മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ട് 27 കോടിയും കടന്ന് 28ലേക്ക് അടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോകളിലും സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ സഹായിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രവാസ ലോകത്തുള്ള പ്രവർത്തകരാണെന്നാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് KMCC പോലുള്ള രീതിയിൽ. എന്താണ് നസീഫിനെ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനുള്ളത്? എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് KMCC പ്രവർത്തകന്മാർ മാത്രമല്ല, ഇതിനെ കേരളത്തിലുള്ള ഓരോ ആളുകളും ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജാതി മത വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് ഇതിലേക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 27,83,20,598 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടുഡേസ് ടോപ്പേഴ്സിൽ വന്നിട്ടുള്ള ഒരു അഖിലേഷ് രാജ്, കൊല്ലത്തിലുള്ള ഒരു അഖിലേഷ് രാജ് 50,000 രൂപ അഖിലേഷ് രാജ്. അപ്പോൾ ഇത് വളരെ എന്താ പറയാ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ മുസ്ലിം ലീഗിന്റെ ഈ ഫണ്ടിനെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ ഏറ്റെടുത്തു. വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഏൽപ്പിക്കാമെന്ന ഒരു ധാരണ അതാണ്. ഈ ഒരു ഫണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. മുസ്ലിം ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആളുകൾ നോട്ടിഫൈ ചെയ്യൽ തുടങ്ങിയപ്പോൾ ആളുകൾ ഓക്കെ, ഇവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ്, ഏത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ടവർക്ക് അർഹതപ്പെട്ടവരിലേക്ക് എത്തും എന്നൊരു തോന്നല് ജനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പൊ ഈ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളുടെയൊക്കെ പത്രസമ്മേളനത്തിന് ശേഷം ഇതിന്റെ ഒരു ഫണ്ടിന്റെ ഒരു ഗ്രോത്ത് 28 നിന്ന് 30 അതല്ല ഒരു എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാൻ 31 എന്ന് പറയുന്ന ഒരു 23-ാം തീയതി ആയിട്ടുള്ളൂ. 28 കോടി എന്തായാലും കവർ ചെയ്യും, ഇന്നത്തോട് കൂടിയിട്ട് കവർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് 50 എന്ന് പറയുന്ന അല്ല, 5 ദിവസം കൊണ്ട് ഒരു 10 ദിവസം 8 ദിവസം കൊണ്ടൊക്കെയാണ് 14 കോടിയിലേക്ക് എത്തിയത്. പക്ഷെ നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ ഇപ്പോഴും ചിലർ വന്നിട്ട് മുസ്ലിം ലീഗ് നടത്തിയ കവളപ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കഴിഞ്ഞ ദിവസം കവളപ്പാറയില് മുസ്ലിം ലീഗിന്റേതായിട്ടുള്ള 10 വീടുകൾ ഓൾറെഡി ഇനോഗ്രേഷന് വേണ്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇനോഗ്രേഷൻ ആവുന്നുള്ളൂ 10 വീടുകൾ. അപ്പൊ അതിൽ കുറെ അതിന് സമയം എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ മുമ്പ് തന്നെ വഹാബ് സാറിന്റെ ഒരു മുസ്ലിം ലീഗ് ഒരു പിരിവ് നടത്തിയിട്ടുണ്ടോ കവളപ്പാറയുടെ രീതിയിൽ? ഇത്രയും വലിയൊരു പിരിവ് നടത്തിയിട്ടില്ല. അത് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ നടത്തിയിട്ടുള്ള പിരിവാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വഹാബ് സാറിന്റെ ഒരു ലാൻഡ് കൊടുത്തിട്ട് യൂസഫ് അലി സാർ അപ്പോ അദ്ദേഹത്തിന്റെ തന്നെ യൂസഫ് അലി സാർ കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അതെന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത 30 വീടുകൾ. അതാണ് ഇവിടെ വലിയ ചർച്ചയായിട്ട് അത് ശരിക്കും ലീഗിന്റെ അക്കൗണ്ടിൽ പെടുന്നതല്ല. അത് ലീഗിന്റെ അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ സ്ഥലം കൊടുത്തു എന്നുള്ളതാണ്. അത് ലീഗിന്റെ അക്കൗണ്ടിൽ പെടുന്നതല്ല. അത് കൃത്യമായിട്ട് MP ആയിട്ടുള്ള വഹാബ് സാർ പത്രസമ്മേളനത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക കുഞ്ഞാലിക്കുട്ടിയോട് ഇങ്ങനെ കവളപ്പാറയുടെ ഒക്കെ പറഞ്ഞിട്ട് അതേ ഒരു വിഷയം ഇവിടെ ഉണ്ടാവും വെച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത് ചോദിക്കാനും തന്നെ വലിയ സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ്. പക്ഷെ ആ കവളപ്പാറ വിഷയത്തിൽ നിന്നും വ്യക്തത കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല, വ്യക്തത എന്ന് പറയുന്നത് ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയും ലീഗിന്റെ ഓരോ ഫണ്ടിന്റെ കേസ് പറയുമ്പോഴും അതിന് വ്യക്തതയില്ല, ഇതിന് വ്യക്തതയില്ല. ലീഗിന്റെ അണികൾക്ക് ഇത് കൃത്യമായിട്ട് വ്യക്തത ഉള്ളത് കൊണ്ടാണല്ലോ ഓരോ പിരിവ് വരുമ്പോഴും ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു ട്രാൻസ്പാരൻസി ഇവർ കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ ലീഗ് നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ണാടി പോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ഒരു കണ്ണാടി പോലെ കാണാം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ ജ്യോതിപ്രിയ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു ഹിറ്റായിട്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കോമന്റ് ആണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അതെ ഉള്ള ഐഡിയ ആണ്. ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പാണക്കാട് തങ്ങൾ കേരളത്തിന്റെ ധനമന്ത്രിയല്ല, വായിക്കുന്നത് കേരളത്തിന്റെ ബഡ്ജറ്റുമല്ല. പക്ഷേ ഒരു കൊച്ചു പാർട്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ സർക്കാരിനെ പോലും അമ്പരിപ്പിക്കുന്നതാണ്. ലീഗിനെ വിശ്വസിച്ച് കോടികൾ നൽകിയ സുമനസ്സുകൾ ഇനി കണ്ണു നിറയെ കാണാം.
അതാണ് ലീഗ്. അപ്പൊ ജ്യോതിപ്രിയ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. ജ്യോതിപ്രിയ അതോ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഇത് ജ്യോതിപ്രിയ മാത്രമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. മുസ്ലിം ലീഗ് ചെയ്യുന്ന ധനസമാഹരണമാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. യൂട്യൂബിൽ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ട് എന്നുള്ളൊരു ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ചാനലിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ അനുസരിച്ച് ആപ്പിൽ വന്ന ഒരു ടോപ്പേഴ്സ് എങ്ങനെ ഇപ്പോഴും ആ ജില്ലയിൽ തൃശ്ശൂർ നമ്മുടെ ജില്ല കൂടിയാണ് ഇപ്പോഴും. അത് പറയുമ്പോ വിഷമുണ്ട്. നിങ്ങള് തൃശ്ശൂരുള്ളവരൊന്നും കാര്യമായിട്ട് ഒന്നാം സ്ഥാനത്ത് എപ്പോഴും മലപ്പുറം ജില്ല തന്നെയാണ് വരുന്നത്. അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ തൃശ്ശൂരിന്റെ അവസ്ഥ 13ാം സ്ഥാനത്ത് തന്നെയാണ്. 32,68,888 ഇതുവരെ തൃശ്ശൂരിന് നിയമസഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ മത്സരിക്കുന്ന ഒരു മണ്ഡലം ഉൾപ്പെടുന്ന ഒരു ജില്ലയിൽ നിന്നാണ് ഇത്ര വന്നിട്ടുള്ളത്. അതെ, അത് കളമശ്ശേരിയും അങ്ങനെയാണല്ലോ. കളമശ്ശേരിയിൽ പക്ഷേ 12 ലക്ഷത്തിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എറണാകുളം 12 ലക്ഷം, 44 ലക്ഷം രൂപ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ. പക്ഷെ ഈ മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളൊക്കെ അതിൻ്റെതായ നല്ല പെർഫോമൻസ് നടത്തി അല്ലെ? എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഒരിക്കലും അതിന്റെ ഒരു പെർഫോമൻസിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം 1,13 ലക്ഷം രൂപയാണ് കാസർഗോഡ് ഇപ്പോൾ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഒരു എമൗണ്ട് ആയിട്ട് ഇതിൽ കാണുന്നത്. ഇതൊരു മുസ്ലിമിന്റെ ശക്തി തെളിയിക്കുന്നതാണോ ഈ കണക്ക്? മലപ്പുറം പാർട്ടിയാണോ ശരിക്കും മലപ്പുറത്തുള്ള മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, ഈ മലബാറില് റീജിയനിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വന്നിട്ടുള്ളത്. മറ്റു റീജൻസിലൊന്നും മുസ്ലിം ലീഗിന് ശക്തി ഇല്ല എന്നല്ലേ ഇതിന്റെ തെളിയിക്കണം? അല്ല, അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ശക്തിയുള്ള മണ്ഡലം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് മലപ്പുറം തന്നെയാണ്. മലപ്പുറം, കോഴിക്കോട്, അതേപോലെ തന്നെ കണ്ണൂര്, കാസർഗോഡ്, ഈ ഒരു ഏരിയയിൽ മലപ്പുറത്തിന്റെ സ്ട്രെങ്ത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ തെക്കൻ ജില്ലകളിൽ ഇല്ല എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മള് കുറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെക്കൻ കേരളത്തിലേക്ക് ഇപ്പൊ നേതൃത്വം ഒക്കെ മലപ്പുറത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്താണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മലപ്പുറത്താണ്, സംസ്ഥാന ട്രഷറർ ഒക്കെ മലപ്പുറം. ആലപ്പുഴയെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഒരു ജില്ലയെ സ്ട്രെങ്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു വലിയ പദ്ധതി തന്നെ നടത്തുന്നുണ്ട്, തെക്കൻ ജില്ലകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേതൃനിരയിൽ ഇത്തരം ആളുകളെ കൊണ്ടുവരുന്നതിലൂടെ പാർട്ടിയിലേക്ക് ഒരു ആളുകൾക്കുള്ള ഒരു ഒഴുക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവിടെ വിലയിരുത്തിയത്. പക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തെക്കൻ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും അതിന് വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സഹായം വലിയ രീതിയിലുള്ള ഫണ്ട് വരാത്തത് അവിടെ ശക്തി ഇല്ല എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എത്ര നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് 28 കോടിയിൽ നിന്ന് 50 കോടിയൊക്കെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എളുപ്പമാണ്. അല്ല, ഞാൻ ഇപ്പോഴും പറയട്ടെ, ഒരു ശാഖാതല കോർഡിനേഷന്റെ കുറവ് എവിടെയോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഗുരുവായൂർ നിയോജക മണ്ഡലത്തില് അല്ലെങ്കിൽ തൃശ്ശൂർ ആ രീതിയിലേക്കുള്ള ഒരു പരിശോധന മുസ്ലിം ലീഗ് നടത്തിക്കോളും. നമ്മൾ ശാഖാതലത്തിൽ പോയിട്ട് അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല. അതൊരു പ്രദേശത്തെ മാത്രം ഒതുങ്ങുന്നതാണ്. ഓരോ മുസ്ലിം ലീഗ് പരിശോധിക്കുമായിരിക്കും. അല്ല, ഞാനത് പരിശോധിക്കുന്ന സമയമാണ്. കാരണം ഇനിയുള്ള ഒരാഴ്ച പ്രവർത്തകന്മാർക്ക് വേണ്ടി, താഴെ തട്ടിലുള്ള പ്രവർത്തകന്മാർക്കും താഴെ തട്ടിലുള്ള ജനങ്ങളെയും ഇതിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റം വരും. ആളുകളിലേക്ക് അതിന്റെ സമയം കഴിഞ്ഞില്ല, ഇനി അവസാനത്തെ സമയത്താവും ചിലപ്പോൾ അങ്ങനെ ഒരു ഹൗസ് ക്യാമ്പയിനിങ് നടത്തണമെന്ന് ചിലപ്പോൾ സാദിഖലി തങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു എഫക്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്.